പി.ടി. കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച WCC മൊഴി നൽകിയിട്ടും കേസെടുക്കാൻ വൈകി. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടും അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടുത്തി. സിസ്റ്റം ആർക്കൊപ്പം എന്നത് വ്യക്തമായി. സർക്കാർ പ്രഖ്യാപനങ്ങളിലെ മെല്ലെപ്പോക്ക് പൊറുക്കാനാകില്ല. അതിജീവിതയ്ക്ക് മേൽ സമ്മർദ്ദമെന്നും WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അക്ഷയ ഉണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും. അക്ഷയ, സർക്കാരിന് WCCയുടെ രൂക്ഷ വിമർശനമാണ്. അതിലെടുത്തു പറയേണ്ടത് സിസ്റ്റം ആർക്കൊപ്പം എന്ന് വ്യക്തമായി എന്ന വാചകം തന്നെയാണ് അവർ സർക്കാരിനെ ചൂണ്ടിവിരൽ ചോദിച്ചുകൊണ്ട് പറയുന്നത്. എന്താണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം? സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് WCC. പി.ടി. കുഞ്ഞു മുഹമ്മദിനെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസിലാണ് കടുത്ത വിമർശനം WCC ഉയർത്തുന്നത്. പരാതി എടുക്കാൻ വൈകി എന്ന് തുടങ്ങിയാണ് ആ കുറ്റപ്പെടുത്തൽ ആരംഭിക്കുന്നത്. WCCയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത്. നവംബർ 27 അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പിന്നീട് ഡിസംബർ 8 കണ്ടോൺമെന്റ് പോലീസ് ആക്ട് ഈ ഒരു പരാതിയിൽ കേസെടുക്കുന്നതെന്ന് തുടങ്ങി എല്ലാ തരത്തിലും വൈകിപ്പിക്കലുണ്ടായി. അതിനുശേഷം വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായത്. വനിതാ കമ്മീഷനും പരാതി സ്വീകരിച്ചതെങ്കിലും അതിന്റെ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതിജീവിതയോട് അക്കാദമി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും സംസാരിച്ച് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പി.ടി. കുഞ്ഞു മുഹമ്മദിനെതിരായിട്ടുള്ള ഹാൻഡ് ബുക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് മാറ്റി അല്ലെങ്കിൽ മേളയിലേക്ക് ക്ഷണിച്ചില്ല എന്ന നടപടി മാത്രമാണ് എടുത്തത്. അത്തരത്തിൽ പല വാഗ്ദാനങ്ങളും അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അതിജീവിതയെ യാതൊരു തരത്തിലും സഹായിക്കുന്ന നിലപാടുകളല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഭരണപക്ഷത്തുള്ള സ്ത്രീ നേതാക്കൾ പോലും അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ പോലും മറ്റൊരു ഭാഗത്തു നിന്ന് ഭരണപക്ഷത്തിന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ തലമുതിർന്ന സിനിമയിലെ പ്രവർത്തകരും കുഞ്ഞു മുഹമ്മദിന് ശാരീരിക അസ്വസ്ഥങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് വെറുതെ വിടണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അറസ്റ്റ് വൈകിപ്പിച്ചു. തരത്തിൽ എല്ലാ തരത്തിലും കുറ്റപ്പെടുത്തലാണ് WCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.